SSC, ബാങ്ക്, RRB തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എക്കണോമിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. എക്കണോമിക്സിൻ്റെ പ്രത്യേക തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ വരുന്നത് നമുക്ക് കണ്ട് പരിശീലിക്കണം. അതിനുവേണ്ടി 2024 നടന്ന SSC CGL എക്സാമിനേഷനിലെ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്കഷനാണ് ഈ സെഷനിൽ നമ്മൾ നടത്തിയിരിക്കുന്നത്. When was the duty-free tariff preference DFTP scheme for least developed countries announced by India? ഇന്ത്യ ഏത് വർഷമാണ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിന് ഡ്യൂട്ടി ഫ്രീ താരിഫ് പ്രിഫറൻസ് സാങ്ഷൻ ചെയ്തത് അനൗൺസ് ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. 2008 ഇന്ത്യ ഈ ഡ്യൂട്ടി ഫ്രീ താരിഫ് പ്രിഫറൻസ് അനൗൺസ് ചെയ്യുന്നത്. WTOയുടെ ഭാഗമായ WTOയുടെ ഒരു മോട്ടോ ആയിരുന്നു ഡ്യൂട്ടി ഫ്രീ കോട്ട ഫ്രീ പ്രിൻസിപ്പിൾ. ഈ ഡ്യൂട്ടി ഫ്രീ കോട്ട ഫ്രീ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത് ഹോങ്കോങ് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഓഫ് WTOയിൽ 2005 അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഹോങ്കോങ് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് 2005 അവതരിപ്പിക്കുന്ന ഡ്യൂട്ടി ഫ്രീ കോട്ട ഫ്രീ ആക്സസ് ഫോർ LDC ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇന്ത്യ അതിൻ്റെ ഭാഗമായി 2008 ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അത് LDCസിന് കൊടുത്തു. എന്നാൽ 2012 അത് പൂർണ്ണമായിട്ടും അത് ഓപ്പറേഷനിലാകുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക, ഇന്ത്യ ബിക്കം ദ ഫസ്റ്റ് കൺട്രി, ഫസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി കേട്ടോ, ഫസ്റ്റ് കൺട്രി അല്ല, ഫസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി ടു എക്സ്റ്റെൻഡ് ദിസ് ഫെസിലിറ്റി ടു LDCs. ഓക്കെ, ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസിന് ഈ ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആദ്യത്തെ ഡെവലപ്പിംഗ് കൺട്രിയാണ് ഇന്ത്യ. ദ ഓർഗനൈസേഷൻ ദാറ്റ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഹെഡ്സ് ഈസ് നോൺ ആസ് Indian Civil Accounts Organization, Controller General of Accounts, Indian Audit and Accounts Department, Institute of Chartered Accounts of India. ഇതാണ് ആൻസർ. നമുക്കറിയാം ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് ദാറ്റ് ഈസ് CAG അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഹെഡ് ചെയ്യുന്നത്. CAGയെ സംബന്ധിച്ച ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. CAG ഈസ് ഓൾസോ നോൺ ആസ് ദ ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ്. പബ്ലിക് പേഴ്സൻ്റെ ഗാർഡിയൻ എന്ന് അറിയപ്പെടുന്ന ഓഫീസറാണ് CAG. ഈ കാര്യം മറക്കാതിരിക്കുക. ദെൻ ആർട്ടിക്കിൾ 148 to 151 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് CAG's റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സൺ അറിയപ്പെടുന്ന വ്യക്തി ആരാണെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദി കൺസെപ്റ്റ്സ് ഇൻ കോളം എ വിത്ത് ദെയർ റെസ്പെക്റ്റീവ് ഡിസ്ക്രിപ്ഷൻസ് ഇൻ കോളം ബി. ഓക്കെ, ഓരോ നോക്കാം. ഡീവാല്യുവേഷൻ, ദെൻ ഡിപ്രീസിയേഷൻ, ഡീഫ്ലേഷൻ, എക്സ്ചേഞ്ച് കൺട്രോൾ. ഡീവാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ഡീവാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് നിയമം മൂലം അല്ല ഗവൺമെൻറ് പർപ്പസ്ഫുള്ളി ഒരു കറൻസിയുടെ വാല്യൂ കുറയ്ക്കുവാണെങ്കിൽ, അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് കുറയ്ക്കുവാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഡീവാല്യുവേഷൻ. ദാറ്റ് ഈസ് ദ ഒഫീഷ്യൽ റിഡക്ഷൻ ഇൻ എക്സ്റ്റേണൽ വാല്യൂ ഓഫ് ദ കറൻസി. കറൻസിയുടെ എക്സ്റ്റേണൽ വാല്യൂ ഒഫീഷ്യലി കുറയ്ക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഡീവാല്യുവേഷൻ. A5 വന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുക. A5 വന്നിരിക്കുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അതായത് C ആൻസർ വരത്തില്ല, B ആൻസർ വരത്തില്ല. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറൻസിയുടെ വാല്യൂ എക്സ്ചേഞ്ച് റേറ്റ് കുറയുവാണെങ്കിൽ അല്ലെങ്കിൽ ഡിക്ലൈൻ ഇൻ ദ മാർക്കറ്റ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷനും ഡീവാല്യുവേഷനും നമ്മൾ വ്യത്യാസം ക്ലിയർ ആണ്. ഡീവാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ അറ്റംപ്റ്റ് ദാറ്റ് ഈസ് ബൈ ഗവൺമെൻറ് ബൈ ലോ റെഡ്യൂസസ് ദി എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് കറൻസി ദെൻ ഡീവാല്യുവേഷൻ. Then depreciation means it is due to the market forces. Law of demand and supply അനുസരിച്ച് ഡിപ്രീസിയേഷൻ സംഭവിക്കാം. അപ്പം B1 വരണം. അപ്പം A5B1 വന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ A ആണ്. സോ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. 2 കാര്യം നോക്കി മാത്രം നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിച്ചു. എങ്കിലും ബാക്കി നമുക്ക് നോക്കാം. ഡീഫ്ലേഷൻ. ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. ഡീഫ്ലേഷൻ വരുന്നത് കോൺട്രാക്ഷൻ ഓഫ് ഹോം കറൻസി എന്ന് പറയുന്ന ഡീഫ്ലേഷൻ. എക്സ്ചേഞ്ച് കൺട്രോൾ. എക്സ്ചേഞ്ച് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റേഷനിങ് എന്ന് വിളിക്കുന്ന പേരാണ് എക്സ്ചേഞ്ച് കൺട്രോൾ. സോ D3 വന്നേക്കുന്നത്. ഇപ്പോൾ ഓപ്ഷൻ A നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഓർത്തിരിക്കാനുള്ള കാര്യം ഡിവാല്യുവേഷനും ഡിപ്രീസിയേഷൻ്റെയും വ്യത്യാസം മനസ്സിലാക്കി. ഡിവാല്യുവേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡാണ് റീവാല്യുവേഷൻ. ദാറ്റ് ഈസ് ദ ഒഫീഷ്യൽ അറ്റംപ്റ്റ് ടു ഇൻക്രീസ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് എ കറൻസി ഈസ് നോൺ ആസ് റീവാല്യുവേഷൻ. മറക്കരുത്, ഓപ്പോസിറ്റ് ടു ഡിവാല്യുവേഷൻ ഈസ് നോൺ ആസ് റീവാല്യുവേഷൻ. Opposite to depreciation is known as inflation. Sorry, depreciation is known as appreciation. Okay, opposite to depreciation is known as appreciation and opposite to deflation is known as inflation. Okay, ഇതെല്ലാം നമ്മളെ ബേസിക് എക്കണോമിക് ടേംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Question number 4. As per the report of the Niti Aayog 2023, which among the following states in India has the lowest percentage of the total population that is multidimensionally poor?
അഥവാ മൾട്ടി ഡയമെൻഷനലി പുവർ ആയിട്ടുള്ള ഏറ്റവും കുറവ് ആൾക്കാരുള്ള സംസ്ഥാനം ഏതാണെന്നുള്ള ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ ബി കേരള ആണ് ഉത്തരം വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി കേരള. നമുക്ക് നീതി ആയോഗിന്റെ റിപ്പോർട്ട് അനുസരിച്ചുള്ള ലീസ്റ്റ് പുവർ സ്റ്റേറ്റ്സ്, ലീസ്റ്റ് പുവർ എന്ന് പറഞ്ഞാൽ പോവേർട്ടി ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ റാങ്ക് കേരളത്തിലാണ്. കേരളത്തിന് തൊട്ട് പുറകെ ഗോവയുണ്ട്, ദെൻ തമിഴ്നാടു, ദെൻ സിക്കിം. ഇതാണ് ലീസ്റ്റ് പുവർ ആയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ 4 സ്റ്റേറ്റ്സ്. അതേപോലെ തന്നെ മോസ്റ്റ് പുവർ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് നമുക്ക് നോക്കാം. ഒന്ന് ബീഹാർ ആണ് ഏറ്റവും മോസ്റ്റ് പുവർ സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു നീതി ആയോഗ് റിപ്പോർട്ട്. 2 ജാർഖണ്ഡ്, 3 മേഘാലയ, 4 ഉത്തർപ്രദേശ് ആൻഡ് 5 മധ്യപ്രദേശ്. ഇതാണ് ഒരു മോസ്റ്റ് പുവർ സ്റ്റേറ്റ്സ്. അപ്പം പുവറസ്റ്റ് സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു നീതി ആയോഗ് റിപ്പോർട്ട് ബേസ്ഡ് MDPI വെച്ച് നോക്കുവാണെങ്കിൽ പുവറസ്റ്റ് സ്റ്റേറ്റ് വരുന്നത് ബീഹാറാണ്. അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസ് നോക്കുവാണെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിന് ഓർഡർ കൊടുത്തിരിക്കുന്നത് മോസ്റ്റ് പുവർ ടു ലീസ്റ്റ് പുവർ ആണ്. എന്ന് വെച്ചാൽ മോസ്റ്റ് ഏറ്റവും കൂടുതൽ പോവേർട്ടിയുള്ള യൂണിയൻ ടെറിട്ടറി ദദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു ആണ്. ദെൻ ജമ്മു ആൻഡ് കാശ്മീർ, ദെൻ ലഡാക്ക്, ദെൻ ചണ്ഡീഗഡ്, ദെൻ ഡൽഹി, ദെൻ ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, പുതുച്ചേരി. ഓക്കെ, പുതുച്ചേരിയിലാണ് ലീസ്റ്റ് പോവേർട്ടി ഉള്ളത്. ഓക്കെ, യൂണിയൻ ടെറിട്ടറീസിൽ ലീസ്റ്റ് പോവേർട്ടി ഉള്ളത് പുതുച്ചേരിയിലാണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ലീസ്റ്റ് പോവേർട്ടി ഉള്ളത് കേരളത്തിലാണെന്നും ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ മോസ്റ്റ് പോവേർട്ടി ഉള്ളത് ബീഹാറിലാണെന്നും ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറീസിൽ ലീസ്റ്റ് പോവേർട്ടി ഉള്ളത് പുതുച്ചേരിയാണെന്നും ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറീസിൽ മോസ്റ്റ് പോവേർട്ടി ഉള്ളത് ദദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദമൻ ആൻഡ് ദിയു ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. The government of India allowed automatic approval of dash percentage of FDI by Reserve Bank of India in 9 categories of industries. RBIക്ക് 9 categories of industries എത്ര ശതമാനം FDI ആണ് ഓട്ടോമാറ്റിക് റൂട്ട് വഴി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അലോ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ദാറ്റ് ഈസ് അപ് ടു 74%. സോ ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഡെഫിനിഷൻസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ കൺസെപ്റ്റ് ഓഫ് മൈക്രോ ഫിനാൻസ്. മൈക്രോ ഫിനാൻസിനെ സംബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പല കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ PYQ ഡിസ്കഷൻ സെഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓർത്തിരിക്കുക, ബെസ്റ്റ് ഡിഫൈൻസ് മൈക്രോ ഫിനാൻസ്. A microfinance institution is a company registered under the Companies Act 1956 and engaged in a business of loans and advances and acquisition of shares, stocks, bonds, debentures, securities issued by the government. ഇതൊന്നും ചെയ്യാൻ വേണ്ടി മൈക്രോഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറ്റത്തില്ല. മൈക്രോഫിനാൻസ് is a banking service provided to unemployed or low income individuals or groups who otherwise would have no other access to financial services. മറ്റ് ഫിനാൻഷ്യൽ സർവീസസ് ഇല്ലാത്ത ലോ ഇൻകം ആൾക്കാർക്ക് ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ലക്ഷ്യവുമായിട്ടാണ് മൈക്രോ ഫിനാൻസ് വന്നിരിക്കുന്നത്. സോ അതൊരു വയബിൾ ആയ ഒരു ഡെഫിനേഷനാണ്. എ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ഡിജിറ്റൽ ഓൺലി ആൻഡ് മൊബൈൽ ഫസ്റ്റ് ബാങ്ക്. തെറ്റാണ്. മൈക്രോ ഫിനാൻസ് റെഫേഴ്സ് ടു പ്രൊവൈഡിംഗ് ബാങ്കിങ് സർവീസസ് ടു ഇൻഡിവിജ്വൽസ് ലിവിംഗ് ഇൻ റൂറൽ ഏരിയാസ്. പ്രൊവൈഡിംഗ് ബാങ്കിങ് സർവീസസ് ടു ഇൻഡിവിജ്വൽസ് ലിവിംഗ് ഇൻ എല്ലാ ഇൻഡിവിജ്വൽസിനും ഇല്ല, ലോ ഇൻകം ഇൻഡിവിജ്വൽസിനും അതേപോലെ തന്നെ ബാങ്കിങ് സർവീസ് ആക്സസിബിലിറ്റി ഇല്ലാത്ത ഇൻഡിവിജ്വൽസിനും ഒക്കെയാണ് മൈക്രോ ഫിനാൻസ് വഴി ഫിനാൻഷ്യൽ സർവീസസ് ലഭിക്കുന്നത്. അതുകൊണ്ട് ബെസ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ദ മഹൽനോബിസ് മോഡൽ വാസ് ദ ബേസിസ് ഫോർ വിച്ച് 5-year പ്ലാൻ. ഓക്കെ, സെക്കൻഡ് 5-year പ്ലാൻ ആണ് മഹൽനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓർത്തിരിക്കുക, ഇന്ത്യൻ പ്ലാനിങ്ങിനെ സംബന്ധിച്ചിരിക്കുന്ന വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നിർബന്ധമായ വീഡിയോസ് കാരണം ദ ഹിസ്റ്ററി ഓഫ് ഇക്കണോമിക് പ്ലാനിങ് ആൻഡ് ദ പ്ലാനിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന 2 വീഡിയോസ് നമ്മുടെ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിർബന്ധമായ വീഡിയോ കാണുക. തീർച്ചയായും നിങ്ങൾക്ക് അത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രയോജനം ചെയ്യും. വാട്ട് ഈസ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്? നെറ്റ് എന്ന് പറയുന്ന വാല്യൂ കിട്ടുമ്പോൾ നോക്കുക, ദാറ്റ് ഈസ് സംതിങ് മൈനസ് സംതിങ്. ഗ്രോസ് വാല്യൂ മൈനസ് സംതിങ് ഈസ് നോൺ ആസ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. സോ സം ഓഫ് ഓൾ ദി ഇൻവെസ്റ്റ്മെന്റ്, സം അല്ല, നെറ്റ് മീൻസ് ഡിഫറൻസ് ഷുഡ് ബി there. Gross investment plus depreciation. Net means the difference should be there. Gross capital investment minus indirect taxes. Gross investment minus depreciation. Answer gross investment minus depreciation. Net എന്ന് പറയുന്ന വേർഡ് കാണുമ്പോൾ ഓർക്കുക, that is gross minus something. So net investment is equal to gross investment minus depreciation. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 9. Which is the national mission for financial inclusion to ensure access to financial services, namely a basic savings and deposits accounts, remittance, credit, insurance, pension in an affordable manner? ഇതൊക്കെ അഫോർഡബിൾ മാനറിൽ കൊടുക്കുന്ന
നാഷണൽ മിഷൻ ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന മിഷന്റെ പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? ദീൻ ദയാൽ അന്ത്യോദയ യോജന, ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന, സ്വർണ്ണ ജയന്തി ഗ്രാം സരോസ്കർ യോജന, പ്രധാനമന്ത്രി ജൻധൻ യോജന. ആൻസർ നമുക്കറിയാം, പ്രധാനമന്ത്രി ജൻധൻ യോജന വരുന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്നിരുന്നാലും ബാക്കി യോജനാസ് ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ദാറ്റ് ഈസ് ദീൻ ദയാൽ അന്ത്യോദയ യോജന. ദീൻ ദയാൽ അന്ത്യോദയ യോജന എന്ന് പറയുന്നത് റൂറൽ നമ്മുടെ NRLMന്റെ കീഴിൽ വരുന്ന ഒരു പ്രോജക്റ്റാണ്. NRLMന്റെ പ്രോജക്റ്റാണ്. പോവർട്ടി റിഡക്ഷന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ദീൻ ദയാൽ അന്ത്യോദയ യോജന വരുന്നത്. NRLM നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ഈസ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഓഫ് ദി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഫോർ പ്രൊമോട്ടിംഗ് പോവർട്ടി റിഡക്ഷന് വേണ്ടിയാണ് ദീൻ ദയാൽ അന്ത്യോദയ യോജന. നെക്സ്റ്റ് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന. സ്കിൽഡ് ലേബർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ്, എസ്പെഷ്യലി പുവർ യൂത്തിന്റെ കീഴിൽ സ്കിൽഡ് ലേബർ ഡെവലപ്പ് ചെയ്യുന്ന ലക്ഷ്യവുമായിട്ടാണ് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന വരുന്നത്. നെക്സ്റ്റ് സ്വർണ്ണ ജയന്തി ഗ്രാം സരോസ്കർ യോജന. സ്വർണ്ണ ജയന്തി ഗ്രാം സരോസ്കർ യോജന 1999 റൂറൽ ഏരിയാസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, എസ്പെഷ്യലി പോവർട്ടി റിഡക്ഷന് വേണ്ടിയും എംപ്ലോയ്മെന്റ് ജനറേഷന് വേണ്ടിയൊക്കെ ഉണ്ടായ യോജനയാണ് സ്വർണ്ണ ജയന്തി ഗ്രാം സരോസ്കർ യോജന എന്ന കാര്യവും ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു സെഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which of the following organization is associated with the development of the web version e-Gopala application? Okay, e-Gopala എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഡയറി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്, എസ്പെഷ്യലി ലൈഫ് സ്റ്റോക്സിന്റെ സെല്ലിങ്ങും അതിന്റെ ബൈയിങ്ങും അതിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഒക്കെയുള്ള സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് e-Gopala ആപ്ലിക്കേഷൻ. e-Gopala ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത ഏത് ഓർഗനൈസേഷൻ ആണെന്നുള്ള ചോദിച്ചേക്കുന്നത്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ മാനേജ്മെന്റ്. ആൻസർ വന്നിരിക്കുന്നത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. മറക്കാതിരിക്കുക, e-Gopala ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ ഇരുന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്